കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 ക്രൈസ്തവ സന്യാസിനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. നമുക്കറിയാം, മതപരിവർത്തനം എന്ന വാദത്തിൽ കേസ് നിൽക്കില്ല എന്നറിഞ്ഞപ്പോൾ അത് പൊടുന്നനെ മനുഷ്യക്കടത്തിലേക്ക് മാറുകയായിരുന്നു. ഒരു കഴമ്പുമില്ലാത്ത ആരോപണം ഉന്നയിച്ച് ക്രൈസ്തവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ആദ്യത്തെ സംഭവമല്ലിത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോഴൊന്നും ലഭിക്കാത്ത ഒരു പിന്തുണ ഈ സന്യാസിനികൾക്ക് ലഭിച്ചു, പ്രത്യേകിച്ച് കേരളത്തിൽ ലഭിച്ചു. ദൈവത്തിന് സ്തുതി. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഇടയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംസാരമാണ് ക്രിസ്തുമതം അമേരിക്കയിൽ വെള്ളക്കാർക്കിടയിൽ ഉണ്ടായി ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു ആരാധനാ രീതിയാണ്, ഒരു മതമാണ് എന്നുള്ളത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ലക്ഷ്യം ഇവിടെ അമേരിക്ക ഉണ്ടാക്കുക എന്നതാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? അമേരിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയതാണോ ക്രിസ്തുമതം? കത്തോലിക്ക സൈബർ ഫോഴ്സിന്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു പോസ്റ്റിൽ ഇതേക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. ബജരംഗദൾ പ്രവർത്തകർ മനസ്സിലാക്കുവാൻ ചില സത്യങ്ങൾ എന്ന ഹെഡ്ലൈനോട് കൂടി ഷെയർ ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ 5 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. അവ എങ്ങനെയാണ്? ബജരംഗദൾ പ്രവർത്തകർ മനസ്സിലാക്കുവാൻ ചില സത്യങ്ങൾ. 1. യേശുക്രിസ്തു ജനിച്ചത് അമേരിക്കയിലല്ല. 2. യേശുക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ആരും അമേരിക്കയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. 3. യേശുക്രിസ്തുവും 12 അപ്പസ്തോലന്മാരും ജനിച്ചത് ഭാരതം ഉൾപ്പെടുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. 4. പാരമ്പര്യങ്ങൾ അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് തോമസ് അപ്പസ്തോലൻ ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചത്. 5. ഭാരതം യേശുവിനെ അറിഞ്ഞ നാളുകളിൽ റോമിലേക്ക് സുവിശേഷം എത്തിയിട്ടില്ല. ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും യേശുവിന്റെ പേര് പോലും കേട്ടിട്ടില്ല. യൂറോപ്പ് മുഴുവൻ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഇങ്ങനെ പോകുന്നു ആ 5 പോയിന്റുകൾ. ഈ 5 കാര്യങ്ങൾ തെളിവുകളായി നിരത്തിക്കൊണ്ട് ചിത്രത്തിന്റെ അടിക്കുറിപ്പായും ഇവ നൽകിയിരിക്കുന്നു. ക്രിസ്തുമതം അമേരിക്കയിലെ വെള്ളക്കാർക്കിടയിൽ ഉണ്ടായി ഇന്ത്യയിലേക്ക് കുടിയേറിയ മതമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുൻപ് ഭാരതത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ രൂപപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഈ ഭൂമിയിൽ ആദ്യമായി ആശ്ലേഷിച്ച വിരലിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിന്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. സഭാ പാരമ്പര്യം അനുസരിച്ച് അപ്പസ്തോലന്മാർ തങ്ങൾ സുവിശേഷം അറിയിക്കേണ്ട സ്ഥലം നറുക്കിട്ട് തീരുമാനിക്കുകയായിരുന്നു. 12 പേരിൽ തോമസിന് നറുക്ക് വീണത് ഭാരതമാണ്. തനിക്ക് അവിടെ പോകാനുള്ള ശക്തിയില്ലെന്നും അവിടുത്തെ ഭാഷ അറിയില്ലെന്നും പറഞ്ഞ് പിന്തിരിഞ്ഞ തോമസിന് യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷനായി നേരിട്ട് ഏൽപ്പിച്ച ഭൂമിയാണ് ഭാരതം. 15-ാം നൂറ്റാണ്ടിൽ തങ്ങൾ അറിഞ്ഞ സുവിശേഷവുമായി പോർച്ചുഗീസുകാർ കടൽ കടന്ന് ഇന്ത്യയിലെത്തിയപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് വർഷമായി വേരൂന്നി വളർന്ന ആദിമ ക്രിസ്ത്യാനികളെ കണ്ട് അമ്പരക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നടന്നവയെല്ലാം ചരിത്രങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നും യേശുക്രിസ്തു സംസാരിച്ചിരുന്ന അന്യം നിന്ന് പോകുന്ന ആ പുരാതന ഭാഷയിൽ ആരാധന അർപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ സമൂഹത്തോട് നിങ്ങൾ ഇവിടെ അമേരിക്ക ഉണ്ടാക്കാൻ വന്നവരാണ് എന്ന് പറയുമ്പോൾ ഒരല്പം നാണം വേണമെന്ന് പറയുന്നില്ല, ഒരല്പം ചരിത്രബോധം.